Regulating health and safety. ആരോഗ്യവും സുരക്ഷയും നിയന്ത്രിക്കൽ. In this section, ഈ വിഭാഗത്തിൽ, the legal reason for managing workplace health and safety relates to the framework of laws that govern the conduct of businesses and organizations. തൊഴിലിടങ്ങളിലെ ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ കാരണം ബിസിനസ്സുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. The International Labour Organization (ILO) has set out Convention C 155 and Recommendation R 164, which relate to workplace health and safety standards. International Labour Organization (ILO) തൊഴിലിടങ്ങളിലെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ C 155 Recommendation R 164 രൂപീകരിച്ചിട്ടുണ്ട്. Most countries and regions have established legal standards that meet or exceed the minimum standards set out in C 155 and R 164. മിക്ക രാജ്യങ്ങളും പ്രദേശങ്ങളും C 155, R 164 എന്നിവയിൽ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതോ അതിലും മികച്ചതോ ആയ നിയമപരമായ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. These legal standards place a duty on the employer to ensure that workplaces, work activities, and work equipment and substances are, as far as is reasonably practicable, safe and without risks to health. ഈ നിയമപരമായ മാനദണ്ഡങ്ങൾ തൊഴിലുടമയ്ക്ക് ഒരു കടമ നൽകുന്നു. തൊഴിലിടങ്ങളും തൊഴിൽ പ്രവർത്തനങ്ങളും ജോലിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വസ്തുക്കളും കഴിയുന്നത്ര പ്രായോഗികമായി സുരക്ഷിതമാണെന്നും ആരോഗ്യത്തിന് അപകടകരമല്ലെന്നും ഉറപ്പാക്കുക. The legal standards also place a duty on workers to look after their own and other people's health and safety. ഈ നിയമപരമായ മാനദണ്ഡങ്ങൾ തൊഴിലാളികൾക്ക് സ്വന്തം ആരോഗ്യവും സുരക്ഷയും മറ്റുള്ളവരുടെ ആരോഗ്യവും സുരക്ഷയും ശ്രദ്ധിക്കാനുള്ള കടമയും നൽകുന്നു. Failure to comply with these legal standards may lead to enforcement action by the authorities or prosecution through a country's criminal courts. Successful prosecution usually results in a fine and may result in imprisonment. ഈ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് അധികാരികളിൽ നിന്നുള്ള നിർബന്ധിത നടപടികളിലേക്കോ ഒരു രാജ്യത്തെ ക്രിമിനൽ കോടതികളിലൂടെയുള്ള പ്രോസിക്യൂഷനിലേക്കോ നയിച്ചേക്കാം. വിജയകരമായ പ്രോസിക്യൂഷൻ സാധാരണയായി പിഴയിൽ കലാശിക്കുകയും തടവിന് കാരണമാവുകയും ചെയ്യാം. Work-related injuries may result in compensation being paid to the victim. In some countries this is achieved by prosecution through the civil courts, while in other countries may have worker compensation schemes for this purpose. തൊഴിൽ സംബന്ധമായ പരിക്കുകൾ ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ കലാശിച്ചേക്കാം. ചില രാജ്യങ്ങളിൽ ഇത് സിവിൽ കോടതികളിലൂടെയുള്ള പ്രോസിക്യൂഷൻ വഴി നേടുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഇതിനായി തൊഴിലാളി നഷ്ടപരിഹാര പദ്ധതികൾ ഉണ്ടായിരിക്കാം. ലീഗൽ റീസൺസ് ഫോർ മാനേജിംഗ് വർക്ക്പ്ലേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. തൊഴിലിടങ്ങളിലെ ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ കാരണങ്ങൾ. The legal reason for managing health and safety relates to the framework of international and national laws that govern the conduct of businesses and organizations. Most countries have laws that set standards for how organizations conduct their business to ensure that, to the greatest extent possible, they do not cause injury or ill health to people as a result of their work activities. To achieve these, legal minimum standards can lead to enforcement action by the authorities or prosecution before the courts. Successful prosecution can lead to a fine and, in many countries, to imprisonment for the individuals concerned. ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ കാരണം ബിസിനസ്സുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ദേശീയ നിയമങ്ങളുടെ ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിക്ക രാജ്യങ്ങളിലും സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ആളുകൾക്ക് പരിക്കോ അസുഖമോ ഉണ്ടാക്കാതിരിക്കാൻ കഴിയുന്നത്രയും അവരുടെ ബിസിനസ് എങ്ങനെ നടത്തണം എന്ന് നിശ്ചയിക്കുന്ന നിയമങ്ങളുണ്ട്. ഇത് നേടുന്നതിനായി നിയമപരമായ ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾ അധികാരികളിൽ നിന്നുള്ള നിർബന്ധിത നടപടികളിലേക്കോ കോടതികളിലെ പ്രോസിക്യൂഷനിലേക്കോ നയിച്ചേക്കാം. വിജയകരമായ പ്രോസിക്യൂഷൻ പിഴയിലേക്കും പല രാജ്യങ്ങളിലും ബന്ധപ്പെട്ട വ്യക്തികൾക്ക് തടവിലേക്കും നയിച്ചേക്കാം. The International Framework, അന്താരാഷ്ട്ര ചട്ടക്കൂട്. There are no truly global laws governing workplace health and safety. Most countries have their own laws, although some are keen to tackle their own issues and concerns. However, the international community has come to appreciate that the health and safety of their people, the detail may vary, but the underlying principles are the same. തൊഴിലിടങ്ങളിലെ ആരോഗ്യത്തെയും സുരക്ഷയെയും നിയന്ത്രിക്കുന്ന യഥാർത്ഥ ആഗോള നിയമങ്ങളൊന്നുമില്ല. മിക്ക രാജ്യങ്ങൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. എന്നിരുന്നാലും ചില രാജ്യങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെയും ആശങ്കകളെയും നേരിടാൻ ഉത്സുകരാണ്. എന്നിരുന്നാലും അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും വിലമതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ വ്യത്യാസപ്പെടാമെങ്കിലും അടിസ്ഥാന തത്വങ്ങൾ സമാനമാണ്. A key body in the area of international legal standards in health and safety is the International Labour Organization (ILO), which is an agency of the United Nations (UN). Most countries of the world are party to the two primary outputs of the ILO are conventions and recommendations. These are international standards. ആരോഗ്യ സുരക്ഷാ മേഖലയിലെ അന്താരാഷ്ട്ര നിയമപരമായ മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ (ILO). ഇത് ഐക്യരാഷ്ട്രസഭയുടെ UN ഒരു ഏജൻസിയാണ്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും
ILOയുടെ 2 പ്രധാന ഉൽപ്പന്നങ്ങളായ കൺവെൻഷനുകളിലും ശുപാർശകളിലും പങ്കാളികളാണ്. ഇവ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ്. Conventions and recommendations can form the basis of detailed national regulations, assuming the country agrees that the minimum health and safety standards are adopted. The detailed provisions will still vary as the country implements the convention in the national law in an appropriate way. കൺവെൻഷനുകളും ശുപാർശകളും വിശദമായ ദേശീയ നിയന്ത്രണങ്ങൾക്ക് അടിസ്ഥാനമാക്കാം. രാജ്യം ഏറ്റവും കുറഞ്ഞ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് സമ്മതിച്ചാൽ രാജ്യം ദേശീയ നിയമത്തിൽ കൺവെൻഷൻ ഉചിതമായ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ വിശദമായ വ്യവസ്ഥകൾ ഇപ്പോഴും വ്യത്യാസപ്പെടും. In 1981, the ILO adopted the Occupational Safety and Health Convention, C-155. This describes a basic policy for health and safety at both the national level and the level of the individual organization. 1981-ൽ ILO തൊഴിൽ സുരക്ഷയും ആരോഗ്യ കൺവെൻഷനും C-155 അംഗീകരിച്ചു. ഇത് ദേശീയ തലത്തിലും വ്യക്തിഗത സ്ഥാപനത്തിന്റെ തലത്തിലും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു അടിസ്ഥാന നയം വിശദീകരിക്കുന്നു. The Occupational Safety and Health Recommendation, R-164, supplements C-155 and provides more detailed guidance on how to comply with the policies of C-155. In particular, it identifies obligations that might be placed on employers and employees in order to achieve the basic goal of a safe and healthy place of work. തൊഴിൽ സുരക്ഷയും ആരോഗ്യ ശുപാർശയും R-164 C-155 അനുബന്ധമായി വർത്തിക്കുകയും C-155 നയങ്ങൾ എങ്ങനെ പാലിക്കണം എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു തൊഴിലിടം എന്ന അടിസ്ഥാന ലക്ഷ്യം നേടുന്നതിനായി തൊഴിലുടമകൾക്കും ജീവനക്കാർക്കും നൽകാവുന്ന കടമകൾ ഇത് തിരിച്ചറിയുന്നു.